പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണം. ആരെ ആരാധിക്കണമെന്ന് അറിയാൻ വയ്യാത്തവർ എന്തിനേം കയറി ആരാധിക്കും. ആരെ ആരാധിക്കണമെന്ന് അറിയാൻ ആരംഭിച്ചാൽ അവനെ മാത്രമേ പിന്നെ ആരാധിക്കത്തുള്ളൂ. യാതൊന്നിന്റെ വിഗ്രഹം ഉണ്ടാക്കല്, യാതൊന്നിനെ നമസ്കരിക്കരുതെന്ന് പർവ്വതത്തിന്റെ മുകളിൽ കർത്താവ് അരുളപ്പാട് പറയുമ്പോൾ താഴെ കാളയെ ഇസ്രായേൽ ജനമുണ്ടാക്കി. താഴോട്ടിറങ്ങി വന്ന മോശയ്ക്ക് ദേഷ്യം തോന്നിയിട്ട് അതിനെ വെള്ളത്തിനകത്ത് കലക്കുന്ന, അടിച്ചു പൊട്ടിച്ച് വെള്ളത്തിനകത്ത് കലക്കുന്നതായി കാണാൻ കഴിയുന്നു. അവിടെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റൊന്നിന് ആരാധന കൊടുക്കരുത്, ദൈവത്തെ മാത്രം ആരാധിക്കുക. അവൻ ആരാണെന്നുള്ള അറിവ് പൗലോസ് പറയുകയാണ് ഓരോ വിശ്വാസിയുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഓരോ വിശ്വാസിയുടെ ഉള്ളിലുണ്ടായിരിക്കും. നീ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള അറിവ് ഓരോ വിശ്വാസിയുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാനൊരു പാസ്റ്ററാണെന്നുള്ള അറിവ് എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഞാൻ അതുപോലെ ജീവിക്കാൻ തുടങ്ങും. ഞാനൊരു കുടുംബസ്ഥനാണെന്നുള്ള അറിവ് എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും ഭാര്യയെ സ്നേഹിച്ചും ജീവിക്കാൻ തുടങ്ങും. ഞാനൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളാണെന്ന് ബോധ്യം വരുമ്പോൾ എൻ്റെ കീഴിൽ നിൽക്കുന്ന ലീഡേഴ്സിന് മാതൃകാപരമായ ജീവിതം നയിക്കത്തക്ക നിലയിൽ ഞാൻ ജീവിക്കാൻ ആരംഭിക്കും. എന്ന് വെച്ചാൽ തിരിച്ചറിവാണ് നമ്മെ നമ്മുടെ പൊസിഷനിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രേരകമാകുന്നത്.